നമസ്കാരം. CPM-ന് വേണ്ടപ്പെട്ടവരെ ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പലായി നിയമിക്കുന്നതിന് വേണ്ടി നടത്തിയത് വൻ അട്ടിമറി. യോഗ്യതയില്ലെന്ന് കണ്ടെത്തിയവരെ ഇന്റർവ്യൂവിന്റെ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽമാരായി സ്ഥാനക്കയറ്റം നൽകി രായ്ക്ക് രാമാനം നിയമിക്കുകയായിരുന്നു. UGC ചട്ടം കാറ്റിൽ പറത്തി നടത്തിയ നിയമനം ഏറെ വിവാദങ്ങൾക്കും വഴിവെച്ചു. ഇടതുപക്ഷ അനുകൂല കോളേജ് അധ്യാപക സംഘടനയായ AKGCTയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവും ഇക്കാര്യത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നാണ് ആരോപണം. 7 വർഷമായി ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽ നിയമനം അനിശ്ചിതത്വത്തിലായിരുന്നു. 2.5 വർഷം മുൻപ് 36 കോളേജുകളിൽ പ്രിൻസിപ്പൽമാരെ നിയോഗിച്ചെങ്കിലും വേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്ത് സ്ഥിരപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറായില്ല. മിക്കവരും സർക്കാരിനും AKGCTക്കും പ്രിയപ്പെട്ടവരല്ലാതിരുന്നതാണ് കാരണം. ഭരണാനുകൂല സംഘടനയിൽപ്പെട്ട അധ്യാപകർ പ്രമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നതും മറ്റൊരു കാരണമാണ്. 2023 നടന്ന പ്രിൻസിപ്പൽ നിയമനം കർശന മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു. 2022 ഇതിനായി 44 പേർ ഉൾക്കൊള്ളുന്ന പട്ടിക തയ്യാറാക്കിയത്. ഏറ്റവും യോഗ്യരായവരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. കോളേജിയറ്റ് ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരിയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ ഇറങ്ങിയ ലിസ്റ്റ് നിലവിൽ വന്നതിന് പിന്നാലെ ഭരണപക്ഷത്തു നിന്ന് എതിർപ്പുകൾ ഉയർന്നു. കുറഞ്ഞത് 10 ഗവേഷണ പേപ്പറുകൾ, 110 ഗവേഷണ സ്കോർ എന്നിവയാണ് പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള മാനദണ്ഡം. ഈ യോഗ്യത നേടാൻ ഇടത് അധ്യാപക സംഘടനയിലുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ ഗവൺമെന്റിന്റെ ഒത്താശയോടെ നിരവധി ഹർജികൾ കോടതികളിൽ സമർപ്പിക്കപ്പെട്ടു. 2022 ജൂണിൽ പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള ലിസ്റ്റ് തയ്യാറായെങ്കിലും പ്രസിദ്ധീകരിച്ചില്ല. പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള ഇന്റർവ്യൂ നടന്നാൽ അന്ന് തന്നെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നാണ് UGC നിയമം. എന്നാൽ ഇടതുപക്ഷ സംഘടനയുടെ എതിർപ്പ് മൂലം ലിസ്റ്റ് ഇറങ്ങിയില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ലിസ്റ്റ് എടുത്തുകൊണ്ട് പോവുകയും അന്യായമായി പ്രിൻസിപ്പൽ നിയമനത്തിൽ ഇടപെടുകയും ചെയ്തുവെന്നാണ് ആക്ഷേപം. പ്രിൻസിപ്പൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട 44 പേർ മാത്രമല്ല, പുറമെയുള്ള പലരും യോഗ്യരാണെന്ന് ഇടത് സംഘടന വാദിച്ചു. അതിന് പ്രകാരം പ്രിൻസിപ്പൽ നിയമനത്തിന് അപേക്ഷിച്ചിരുന്ന 110 പേരുടെയും സകല ഡോക്യുമെന്റുകളും ഗവേഷണ പേപ്പറുകളും വീണ്ടും പരിശോധിച്ചു. എന്നാൽ നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 44 പേർ അല്ലാതെ മറ്റാരും യോഗ്യരല്ലെന്ന നിലപാടിൽ കോളേജ് ഡയറക്ടർ വിഘ്നേശ്വരി ഉറച്ചു നിന്നു. പക്ഷേ ഇടതുപക്ഷ സംഘടനയുടെ എതിർപ്പ് കാരണം 44 പ്രിൻസിപ്പൽമാരുടെ നിയമനം നീണ്ടുപോയി. ആ ലിസ്റ്റിലുള്ള 8 പേർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുകയും 44 പേർക്കും പ്രിൻസിപ്പൽമാരായി നിയമനം കൊടുക്കാൻ ഉത്തരവ് നേടുകയും ചെയ്തു. ഇടതുപക്ഷ സംഘടനയുടെ എതിർപ്പ് കാരണം സർക്കാർ ഇതിനെതിരെ കോടതിയിൽ പോയി. ലിസ്റ്റിലെ 44 പേരിൽ അന്ന് സർവീസിലുണ്ടായിരുന്ന 36 പേർക്ക് നിയമനം കൊടുക്കാൻ ട്രിബ്യൂണൽ ഉത്തരവിട്ടു. കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ അന്തിമ വിധി വരുന്നതുവരെ പ്രിൻസിപ്പലിന്റെ ശമ്പള സ്കെയിലിൽ താൽക്കാലികമായിട്ടാണ് നിയമനം കൊടുത്തത്. 2023 ഓഗസ്റ്റിലാണ് 36 പേരെ വിവിധയിടങ്ങളിൽ പ്രിൻസിപ്പൽമാരായി നിയമിച്ചത്. കേസിന് പോയ 8 അധ്യാപകരെയും ഏറ്റവും വിദൂരമായതും എത്തപ്പെടാൻ ദുഷ്കരമായതുമായ മലയോര പ്രദേശങ്ങളിൽ നിയമിച്ചു. സർക്കാരിന്റെ ഈ പ്രതികാര നടപടി കാരണം എറണാകുളം മഹാരാജാസ്, പാലക്കാട് വിക്ടോറിയ, തലശ്ശേരി ബ്രണ്ണൻ, കോട്ടയം ഗവൺമെന്റ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ കോളേജുകളിൽ പ്രിൻസിപ്പൽ തസ്തിക ഒഴിഞ്ഞുകിടന്നു. ഇവിടങ്ങളിൽ മറ്റ് അധ്യാപകർക്ക് പ്രിൻസിപ്പലിന്റെ താൽക്കാലിക ചുമതല കൊടുത്തു. ഇതോടെ ഈ കോളേജുകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. കോട്ടയം ഗവൺമെന്റ് കോളേജിലുണ്ടായിരുന്ന ഒഴിവിലേക്ക് ലിസ്റ്റിലുള്ള 36 പേരിൽ പലരും നിയമനം ആവശ്യപ്പെട്ടിട്ടും കൊടുത്തില്ല. പകരം ഫിസിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ പ്രകാശിനെ പ്രിൻസിപ്പൽ ഇൻചാർജായി നിയമിക്കുകയായിരുന്നു. നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 44 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയതായിരുന്നു ഡോക്ടർ പ്രകാശ്. 10 ഗവേഷണ പേപ്പറുകൾ ഇല്ലാത്തതിനാലാണ് അദ്ദേഹത്തെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത്. ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളായതിനാൽ അദ്ദേഹത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിൽ ഇൻചാർജായി നിയമിക്കുകയായിരുന്നു. ഇതോടെ A ഗ്രേഡ് ഉണ്ടായിരുന്ന കോളേജിന് NAC അക്രഡിറ്റേഷൻ പോലും കിട്ടിയില്ല. ഇപ്പോഴും കോട്ടയം ഗവൺമെന്റ് കോളേജിന് NAC അക്രഡിറ്റേഷൻ ഇല്ല. 2023 അവസാനമായപ്പോൾ വീണ്ടും പ്രിൻസിപ്പൽ നിയമനത്തിന് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി. ഒടുവിൽ നിയമിക്കപ്പെട്ട പ്രിൻസിപ്പൽമാർക്ക് പണി കൊടുക്കാനായിരുന്നു ശ്രമം. എന്നാൽ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. നിയമന പ്രക്രിയ കോടതി റദ്ദാക്കി. സർക്കാരിന് കിട്ടിയ കനത്ത അടിയായിരുന്നു അത്. നിയമിക്കപ്പെട്ട പ്രിൻസിപ്പൽമാരുടെ കേസിൽ അന്തിമ വിധി വരുന്നതുവരെ മറ്റൊരു നിയമന നടപടികളും പാടില്ലെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇതിനു മുൻപ് വേറൊരു പ്രിൻസിപ്പൽ ലിസ്റ്റും ഗവൺമെന്റ് നിയമവിരുദ്ധമായി ഇറക്കി. വേറൊരു സെലക്ഷൻ കമ്മിറ്റിയും വെച്ചു. ഈ കമ്മിറ്റിയിൽ വേണ്ടപ്പെട്ടവരെയും ഇടതുപക്ഷ സംഘടനക്കാരെയും ഉൾപ്പെടുത്തി 75 പേരുടെ ലിസ്റ്റാണ് ഇറക്കിയത്. ഒരു സെലക്ഷൻ കമ്മിറ്റി വെച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയ ശേഷം അതേ ഉദ്യോഗാർത്ഥികളെ വെച്ച് സെലക്ഷൻ കമ്മിറ്റി വെച്ച് ഇന്റർവ്യൂ ചെയ്ത് ലിസ്റ്റ് ഇടുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുകയും 75 പേരുടെ ലിസ്റ്റ് റദ്ദാക്കുകയുമായിരുന്നു.